ഓക്കെ, ഇപ്പൊ കേൾക്കാണ്ടോ മക്കളെ? മക്കൾക്ക് കാണാനുണ്ടോ? സ്ക്രീന് കാണാനുണ്ടോ? ഹലോ, ഹലോ മക്കളെ, കാണാനുണ്ടോ? സ്ക്രീന് കാണാനുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഹലോ. സ്ക്രീൻ കാണാനുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോ ഇൻ കേസ് ഇനിയിപ്പോ നമ്മുടെ ക്ലാസ് സ്റ്റക്ക് ആവുകയാണെങ്കിലും ഞാൻ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. കണ്ടിന്യൂ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിന്റെ റെക്കോർഡഡ് വേർഷൻസ് അയച്ചു തരാം. ഓക്കെ, ഞാനിപ്പോ ഈ ക്ലാസ് കഴിഞ്ഞതിന്റെ റെക്കോർഡഡ് വേർഷൻസ് അയച്ചു തരും. പ്രശ്നമില്ല. ഇൻ കേസ് ഇപ്പൊ നമുക്ക് മഴയൊക്കെ അല്ലേ, അത് കാരണം കൊണ്ട് നെറ്റ്വർക്കിന് ചെറുതായിട്ടൊരു ഇഷ്യൂ ഉണ്ട് കേട്ടാ. അപ്പോ ഇൻ കേസ് ഈ ക്ലാസ് നിങ്ങൾക്ക് ശരിക്കും പ്രോപ്പറായിട്ട് കേൾക്കാൻ പറ്റിയില്ലെങ്കിലും പേടിക്കണ്ട. ഞാൻ ക്ലാസ്സിൽ ഈ റെക്കോർഡഡ് വേർഷന് ഗ്രൂപ്പിലിടാം. അപ്പൊ നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഒരു സ്റ്റക്കും ഇല്ലാണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ. അപ്പോ ചില ജീവജാലങ്ങൾക്ക് എന്തുണ്ട്? ബോഡിയിൽ സെഗ്മെന്റുകൾ ഉണ്ട്. നിങ്ങൾ കണ്ട ഇപ്പൊ ഇന്നലെ മിസ് ക്ലാസ്സിൽ പറഞ്ഞു തന്നു, ചില ആൾക്കാരുടെ ബോഡിയിൽ സെഗ്മെന്റ്സുകൾ ഉണ്ട്. ബോഡി ഈസ് ഡിവൈഡഡ് ഇൻ ടു സെഗ്മെന്റ്സ്. ഇതിനെ നമ്മൾ വിളിക്കുന്നത് മെറ്റാമറിസം എന്ന. മെറ്റാമറിസം കണ്ട, നമ്മുടെ ഒരു കോക്രോച്ച് ആണ് അല്ലെ, കൂറയാണ്. ഈ കൂറയുടെ സ്കിന്നിന്റെ മുകളിൽ നിങ്ങൾക്ക് കുറെ സെഗ്മെന്റ്സുകൾ കാണാം. ഇതിനെ നമുക്ക് സെഗ്മെന്റേഷൻ അല്ലെങ്കിൽ മെറ്റാമറിസം എന്ന് പറയും. മെറ്റാമറിസം. ഓക്കെ. സോ if the body is divided into compartments with repeated ഓർഗൻസുകൾ റിപ്പീറ്റ് ചെയ്തിട്ട് എന്താണ്, നമ്മുടെ ബോഡി ഡിവൈഡ് ചെയ്തിട്ട് സെഗ്മെന്റ്സുകൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ മെറ്റാമറിസം എന്നാണ് പറയുക കേട്ടാ. ഇതൊക്കെ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ചോദിച്ചിരുന്നു ഈ ഒരു ചോദ്യം. ഇതിന്റെ ആൻസർ നിങ്ങൾ പറഞ്ഞു അല്ലെ. ഇനി നോട്ടോകോഡിന്റെ കാര്യം മിസ് ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞു. എന്താണ്? എല്ലാ ജീവജാലങ്ങൾക്കും നോട്ടോകോഡ് ഇല്ല. നോട്ടോകോഡ് ഉള്ള ജീവികളെ നമ്മൾ കോർഡേറ്റ്സ് എന്ന് വിളിക്കും. കോർഡേറ്റ്സ്. നോട്ടോകോഡ് ഇല്ലാത്ത ജീവികളെ നമ്മൾ നോൺ കോർഡേറ്റ്സ് എന്ന് പറയും. അപ്പോ ഈ എംബ്രിയോണിക് സ്റ്റേജില് മീസോഡേം, എൻഡോഡേം, എക്ടോഡേം, മീസോഡേം എന്ന് മിസ് പറഞ്ഞു തന്നില്ലേ? അതിലെ മീസോഡേമിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന ഒരു റോഡ് പോലത്തെ ഒരു സ്ട്രക്ചർ ആണ് നോട്ടോകോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇത് ഡോർസൽ സൈഡിലാണ് ഉണ്ടാവുക. ഡോർസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുറം, വെൻട്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകം. പുറത്തിനെയാണ് നമ്മൾ ഡോർസൽ എന്ന് പറയുന്നത്. കണ്ട, ഡോർസൽ സൈഡ്. അകത്തിനെ നമ്മൾ വെൻട്രൽ എന്ന് പറയും. ഓക്കെ. അപ്പോ നോട്ടോകോഡ് ഉള്ള ജീവികളെ നമ്മൾ കോർഡേറ്റ്സ് എന്ന് പറയും. നോട്ടോകോഡ് ഇല്ലാത്ത ജീവികളെ നോൺ കോർഡേറ്റ്സ് എന്ന് പറയും. ഈ നോട്ടോകോഡ് വളർന്നിട്ടാണ് നട്ടെല്ല് ഉണ്ടാവുന്നത്, വെർട്ടിബ്രൽ കോളം ഉണ്ടാവുന്നത്. ഓക്കെ. എല്ലാ മൃഗങ്ങൾക്കും എന്തില്ല? നട്ടെല്ലില്ല. അത് കാരണം കൊണ്ട് നട്ടെല്ലില്ലാത്ത ജീവികളെ അല്ലെങ്കിൽ നോട്ടോകോഡ് ഇല്ലാത്ത ജീവികളെ നമ്മൾ നോൺ കോർഡേറ്റ്സ് എന്ന് പറയും. അപ്പൊ അമ്മയുടെ ഗർഭത്തിൽ ഒരു കുഞ്ഞിരിക്കുന്ന സമയത്ത് കുഞ്ഞിന് ആദ്യം നോട്ടോകോഡ് ഉണ്ടാവുക. ഈ നോട്ടോകോഡ് കുഞ്ഞ് 9 മാസം കഴിയുമ്പോഴത്തേനും എന്തായിട്ട് മാറും? നട്ടെല്ലായിട്ട് മാറും. ഓക്കെ. അപ്പോ എല്ലാ ജീവജാലങ്ങൾക്കും നോട്ടോകോഡ് ഉണ്ടായിക്കൊള്ളുന്നില്ല. എല്ലാവരുടെ നോട്ടോകോഡ് നട്ടെല്ലായിക്കൊള്ളുന്നില്ല. ഓക്കെ. നട്ടെല്ലുള്ള, അപ്പൊ നമുക്കൊക്കെ നട്ടെല്ലുണ്ട്, ബാക്ക് ബോൺ ഉണ്ട് അല്ലെ? ഈ ബാക്ക് ബോൺ നമ്മളുടെ എംബ്രിയോണിക് സ്റ്റേജിൽ അതൊരു നോട്ടോകോഡ് ആയിരുന്നു. ഓക്കെ. ഇനി അടുത്തതാണ് സർക്കുലേറ്ററി സിസ്റ്റം. സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ജീവജാലങ്ങളെ ക്ലാസിഫൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ചില ആളുകൾക്ക് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ആണ്. ഓപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? ഇപ്പൊ ഇവരുടെ ശരീരത്തിൽ ഹാർട്ട് ഉണ്ട്, ബ്ലഡ് ഉണ്ട്, പക്ഷെ ബ്ലഡ് ഒഴുകാൻ എന്തില്ല? ബ്ലഡ് വെസൽസ് ഇല്ല. ഇപ്പോ എന്താണ് ഇവരുടെ ശരീരത്തില്? ഫോർ എക്സാമ്പിൾ നമ്മുടെ എർത്ത് വേമിന്റെ കേസിലൊക്കെ എങ്ങനെയാ? അവർക്ക് ഹാർട്ടും അതേപോലെ ബ്ലഡ് ഒക്കെ ഉണ്ട്. പക്ഷെ ഈ ബ്ലഡ് ഒഴുകാൻ വേണ്ടിയിട്ട് രക്തക്കുഴലുകളില്ല, ബ്ലഡ് വെസൽസുകളില്ല. അവരുടെ ശരീരത്തിന്റെ അവയവങ്ങളൊക്കെ മുഴുവൻ ബ്ലഡിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കുക. ഓക്കെ.
അപ്പോൾ അങ്ങനത്തെ സർക്കുലേറ്ററി സിസ്റ്റത്തിന് പറയുന്ന പേരാണ് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം. ബ്ലഡ് ഉണ്ട്, പക്ഷെ ബ്ലഡ് ഒഴുകാൻ ബ്ലഡ് വെസൽസുകളില്ല. അവരുടെ ശരീരത്തിലെ ആന്തരികാവയവങ്ങൾ മുഴുവനും ബ്ലഡിൽ മുങ്ങിക്കിടക്കുകയായിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മുടെ എർത്ത് വർംസ് പോലെയുള്ള ജീവികളിൽ അങ്ങനെയാണ്. ഓക്കെ, അതേപോലെ നമ്മുടെ ഇൻസെക്ട്സുകളുടെ ഒക്കെ കൂറടൊക്കെ കേസിലും ജന്തുക്കളുടെ ഒക്കെ കേസിൽ എന്താണ്, ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ആണ്. അവർക്ക് ബ്ലഡ് വെസൽസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, പക്ഷെ മനുഷ്യന്മാരുടെ ഒക്കെ കേസ്, മനുഷ്യന്മാര് അതേപോലെ വലിയ വലിയ ഓർഗാനിസംസ്, നട്ടലുള്ള ജീവജാലങ്ങൾ, അവർക്ക് സോറി എർത്ത് വേംസിന്റെ കേസിൽ എന്താണ്, എർത്ത് വേംസിന്റെ കേസിൽ നമുക്ക് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ആണ്. പിന്നെ ചില ഇൻവെർട്ടിബ്രേറ്റ്സ്, ഫോർ എക്സാമ്പിൾ ഇൻസെക്ട്സുകളുടെ കേസിലൊക്കെയാണ് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം. ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് ഉണ്ട്, ബ്ലഡ് ഉണ്ട്, ബ്ലഡ് വെസൽസ് ഉണ്ട്. ബ്ലഡ് ഒഴുകാൻ ബ്ലഡ് വെസൽസ് ഉണ്ട്. ഈ ബ്ലഡ് വെസൽസിന്റെ ഉള്ളിൽ കൂടെ, ബ്ലഡ് വെസൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, രക്തക്കുഴലുകളാണ് അല്ലെ. ഈ രക്തക്കുഴലിന്റെ അകത്ത് കൂടി ആയിരിക്കും ബ്ലഡ് ഒഴുകുന്നുണ്ടാവുക. അപ്പൊ ഇവരുടെ ശരീരത്തിലെ ആന്തരികാവയവങ്ങൾ വേറെ ആയിരിക്കും, അതിന്റെ അടുത്ത് കൂടെ രക്തക്കുഴലുകൾ ഉണ്ടായിരിക്കും. ആ രക്തക്കുഴലിന്റെ അകത്ത് കൂടി ആയിരിക്കും ബ്ലഡ് ഒഴുകുന്നുണ്ടാവുക. ഇവരുടെ ഹാർട്ടിൽ നിന്ന് ബ്ലഡ് പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്ലഡിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് രക്തക്കുഴലുകൾ ഉണ്ടാക്കും. ഓക്കെ, അപ്പൊ ഇവർക്ക് എന്തുണ്ട്, വെസൽസ് ഉണ്ട്. ഇവർക്ക് എന്തില്ല, വെസൽസ് ഇല്ല. ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റത്തിന് വെസൽസുകൾ ഇല്ല, നോ വെസൽസ് ആണ്. ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിലുണ്ട്, വെസൽസ് ഉണ്ട്. അപ്പോ ഇത് കൂടുതലായിട്ടും ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം കാണുന്നത് വെർട്ടിബ്രേറ്റുകളിലാണ്. വെർട്ടിബ്രേറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ നട്ടലുള്ള ജീവികളിലാണ്, കോർഡേറ്റ്സുകളിലാണ്. പക്ഷെ ചില ഇൻവെർട്ടിബ്രേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്, നട്ടലില്ലാത്ത ജീവികൾ. എർത്ത് വേംസിലും ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ആട്ടോ, ഞാൻ മാറി പറഞ്ഞതാ. എർത്ത് വേംസിൽ എന്തുണ്ട്, ഹാർട്ട് ഉണ്ട്, ബ്ലഡ് ഉണ്ട്, അതേപോലെ തന്നെ ഹാർട്ടും ബ്ലഡും ബ്ലഡ് വെസൽസുകളും ഉണ്ട്. ഓക്കെ, ചില ഇൻവെർട്ടിബ്രേറ്റ്സിൽ ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ആണ്. ഓക്കെ, കൂടുതൽ ഇൻവെർട്ടിബ്രേറ്റ്സിലും എന്താണ്, ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ആണ്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക, സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട്, ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട്. ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം കൂടുതലായിട്ടും കാണുന്നത് ഇൻവെർട്ടിബ്രേറ്റ്സിലാണ്, നട്ടലില്ലാത്ത ജീവികളിലാണ്. ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം കാണുന്നത് കൂടുതലും വെർട്ടിബ്രേറ്റ്സിലാണ്, പിന്നെ കുറച്ച് ഇൻവെർട്ടിബ്രേറ്റ്സ്, ഫോർ എക്സാമ്പിൾ നമ്മുടെ എർത്ത് വേം. ഓക്കെ, ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ബ്ലഡ് വെസൽസുകൾ ഇല്ല, ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ബ്ലഡ് വെസൽസുകൾ ഉണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? ഇതാണ് സർക്കുലേറ്ററി സിസ്റ്റം. ഇനി അടുത്തത്, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ 7 കാര്യങ്ങൾ മിസ് പറഞ്ഞു തന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ലോകത്തിലുള്ള എല്ലാ ആനിമൽസിനെയും 11 ഡിവിഷൻസുകളായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അപ്പൊ കിങ്ഡം ആനിമാലിയ എന്നുള്ള ഒരു കാറ്റഗറിനെ നമ്മൾ 11 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പോവാണ്. 11 കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പോവാണ്. ഓരോ കാറ്റഗറിനെയും നമ്മൾ വിളിക്കുന്നത് ഫൈലം എന്നാണ്. ഫൈലം. അപ്പൊ മിസ് ഇപ്പൊ 11 ഫൈലങ്ങളുടെ പേര് പരിചയപ്പെടുത്താൻ പോവാണ്. എന്നിട്ട് നമുക്ക് ഇന്നൊരു 2-3 ഫൈലത്തിനെ കുറിച്ച് പഠിക്കുകയും ചെയ്യാം. അങ്ങനെ ഓരോ ദിവസം ഒരു 3 ഫൈലത്തെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ കിങ്ഡം ആനിമാലിയ ഫിനിഷ് ആവും. മൊത്തം 11 ഫൈലങ്ങളാണ് ഉള്ളത്. ഏറ്റവും ചെറിയ ഓർഗാനിസത്തിൽ നിന്ന് തുടങ്ങിയിട്ട് വലിയ ഓർഗാനിസത്തിലോട്ട് നമുക്ക് പോകാം. അപ്പൊ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ആണ് പോറിഫെറ. നിങ്ങൾ പേര് പഠിച്ചോട്ടാ, പോറിഫെറ. രണ്ടാമത്തെ ഡിവിഷൻ ആണ് സീലൻഡറേറ്റ. മൂന്നാമത്തേതാണ് ടീനോഫോറ. സി സൈലന്റ് ആണ്, ടീനോഫോറ. നാലാമത്തേതാണ് പ്ലാറ്റിഹെൽമിന്തസ്. അഞ്ചാമത്തേതാണ് ആഷ് ഹെൽമിന്തസ്. ആറാമത്തേതാണ് എന്നലിഡ. ഏഴാമത്തേതാണ് ആർത്രോപോഡ. എട്ടാമത്തേതാണ് മുള്ളുസ്ക. ഒൻപതാമത്തത് എക്കൈനോഡെർമേറ്റ. പത്താമത്തത് ഹെമികോർഡേറ്റ. 11ാമത്തത് കോർഡേറ്റ. അങ്ങനെ മൊത്തം 11 ഫൈലങ്ങളാണ് ഉള്ളത്. ഇതുവരെ ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിയോ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഞാൻ പറയണത്? കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്.
അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, അപ്പൊ നമ്മൾ പ്ലാന്റ്സിൽ അല്ല ഒരുപാട് ഡിവിഷൻസ് പഠിച്ചു. ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ, ജിംനോസ്പേംസ്, ആൻജിയോസ്പേംസ് എന്നൊക്കെ ഡിവിഷൻസ് പഠിച്ചു അല്ലെ. നമ്മൾ ഈ ഡിവിഷൻസിന്റെ പകരം ഫൈലം എന്നാ പറയുക. ആനിമൽസിന്റെ കേസിൽ ഡിവിഷൻസിന് പകരം നമ്മൾ ഫൈലം എന്നാ പറയാ. PHYLUM. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞുതരാം എന്താണ് അതിന്റെ സ്പെല്ലിംഗ് എന്നൊക്കെ കാണിച്ചു തരാം കേട്ടാ. ഈ 11 ഫൈലങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ കിങ്ഡം ആനിമാലിയയിൽ പഠിക്കുക. ഓക്കെ, ഇത് വലിയൊരു ചാപ്റ്റർ ആണ്. നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രൂപത്തിൽ മിസ് ഈ ചാപ്റ്ററിനെ പരിചയപ്പെടുത്തി തരാം. ഓക്കെ, ഇനി ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫൈലം പോറിഫെറനെ കുറിച്ചിട്ടാണ്. ഫൈലം പോറിഫെറ. ഫൈലം പോറിഫെറയുടെ മറ്റൊരു പേരാണ് സ്പോഞ്ചസ്. ഓക്കെ, സ്പോഞ്ച് പോലെ കടലിന്റെ അടിത്തട്ടുകളിൽ ജീവിക്കുന്ന സ്പോഞ്ച് പോലത്തെ ജീവികളെയാണ് ഫൈലം പോറിഫെറ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരാണ് സ്പോഞ്ചസ്. ഓക്കെ, ഇവര് മറൈനാണ്. മറൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടൽ ജീവികളാണ്. അസിമെട്രിക്കൽ ആനിമൽസ് ആണ്. മിസ് സിമെട്രിയുടെ കാര്യം പറഞ്ഞപ്പോൾ സിമെട്രി ഇല്ലാത്തൊരു ജീവനെ കാണിച്ചെന്നു. എങ്ങനെ മുറിച്ചാലും നമുക്ക് ഈക്വൽ ഹാഫ്സ് കിട്ടാത്തൊരു ജീവി, സ്പോഞ്ച് പോലെ എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോ ഇവര് അസിമെട്രിക്കൽ ആനിമൽസ് ആണ്. ആ നേരത്തെ കാണിച്ച സ്പോഞ്ച് പോലത്തെ ജീവി വരുന്ന ഫൈലമാണ് ഫൈലം പോറിഫെറ. ഓക്കെ, ഇനി ഇവര് മൾട്ടി സെല്ലുലാർ ആണ്. മൾട്ടി സെല്ലുലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ശരീരം കുറെ സെൽസുകൾ കൊണ്ട് മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അവരുടെ ശരീരത്തിൽ ടിഷ്യൂസോ ഓർഗൻ സിസ്റ്റോ ഒന്നുമില്ല. ചെറിയ ചെറിയ ജീവജാലങ്ങളാണ്. അപ്പൊ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് അവരുടെ ബോഡിയിൽ കാണിക്കുന്നത്. പിന്നെ ഹെർമാഫ്രോഡൈറ്റ് ആണ്. നിങ്ങൾ ഇപ്പൊ പഠിക്കാൻ പോകുന്ന ഒരു പുതിയ വാക്കാണ് ഹെർമാഫ്രോഡൈറ്റ്. നിങ്ങൾക്കറിയോ, ഈ കടൽ ജീവികളിലൊക്കെ വെള്ളത്തിൽ കാണുന്ന ഈ സ്പോഞ്ചുകളിലൊന്നും ആണും പെണ്ണും പറഞ്ഞിട്ട് സെപ്പറേഷൻ ഒന്നുമില്ല. ആണും പെണ്ണും ഒന്ന് തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ കാറ്റഗറി ഓഫ് ആളുകളെ നമ്മൾ ഹെർമാഫ്രോഡൈറ്റ് എന്നാ പറയാ. ഹെർമാഫ്രോഡൈറ്റ്. അപ്പൊ ഹെർമാഫ്രോഡൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെയിൽ സെക്സ് ഓർഗനും ഫീമെയിൽ സെക്സ് ഓർഗനും ഒരാളിൽ തന്നെ ഉള്ളതിനെയാണ് നമ്മൾ ഹെർമാഫ്രോഡൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഫൈലം പോറിഫെറ ആളുകളൊക്കെ ഹെർമാഫ്രോഡൈറ്റ് ആണ്. സെക്സസ് ആർ നോട്ട് സെപ്പറേറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ആണിന്റെ സെക്സ് ഓർഗനും പെണ്ണിന്റെ സെക്സ് ഓർഗനും ഒക്കെ ഒരാളിൽ തന്നെയാ കാണുക. ആണും പെണ്ണും കെട്ടത് നമ്മൾ പറയില്ലേ, അതേപോലത്തെ ഒരു സംഭവമാണ് എന്ത്, നമ്മുടെ ഫൈലം പോറിഫെറ. ഓക്കെ, അതിനെ നമുക്ക് ബൈസെക്ഷൽ എന്നും കൂടിയും പറയാം. ബൈസെക്ഷൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, മെയിലും ഫീമെയിലും ഒന്നാണ്. ഓക്കെ, ഇനി അടുത്തത് എന്താ, ഇവര് റീപ്രൊഡക്ഷൻ നടത്തും. റീപ്രൊഡക്ഷൻ നടത്തുന്നത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. ഏത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രാഗ്മെന്റേഷൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പോറിഫെറയുടെ കുട്ടി ഉണ്ട് എന്ന് വിചാരിച്ചോ. ആ പോറിഫെറ മെച്ചുവേർഡ് ആയി കഴിഞ്ഞാൽ അവരുടെ ശരീരം കഷ്ണങ്ങളായിട്ട് മുറിയും. ഈ ഓരോ കഷ്ണങ്ങളിൽ നിന്നും പുതിയൊരു പോറിഫെറ ജനിച്ചിട്ട് വരും. അതിനെയാണ് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയാം. ശരീരം ഫ്രാഗ്മെന്റുകളായിട്ട് കഷ്ണങ്ങളായിട്ട് മുറിയും. ഓരോ ഫ്രാഗ്മെന്റിൽ നിന്നും പുതിയൊരു കുട്ടി ജനിക്കും. അതിനെയാണ് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയാം. ഇവിടെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് നടക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാല് അമ്മയിൽ നിന്ന് നേരിട്ട് കുട്ടി ഉണ്ടാവും, അച്ഛന്റെ ഇൻവോൾവ്മെന്റ് ഇല്ലാണ്ട് തന്നെ. ഓക്കെ, ഇനി അടുത്തതാണ് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വളർച്ച. ഇവരുടെ വളർച്ച എങ്ങനെയാ അറിയോ, ഇൻഡയറക്റ്റ് ആണെന്നാ പറയാ. കാരണം എന്താണെന്നറിയോ, ഇവരുടെ ലാർവ മീൻസ് ഇവരൊരു കുട്ടിയായിട്ടിരിക്കുമ്പോ നമുക്ക് അതൊരു സ്പോഞ്ച് ആണെന്ന് പറയേയില്ല. ഇപ്പൊ നിങ്ങൾ തവളയുടെ കേസിൽ തവളപ്പൊട്ടന്മാരെ കണ്ടിട്ടുണ്ടാവും അല്ലെ വെള്ളത്തില്. ഈ തവളപ്പൊട്ടന്മാരെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയൂ അതൊരു തവളയാണെന്ന് പറയൂ. വാൽമാക്രികളെ കണ്ടു കഴിഞ്ഞാല് ഇപ്പോ ഈ വെള്ളത്തിലൊക്കെ തവളപ്പൊട്ടന്മാരുണ്ടാവും. അപ്പോ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും മീനാണെന്ന് അല്ലെ. അപ്പൊ അവരുടെ ലാർവൽ സ്റ്റേജിൽ അവർ മീനായിരുന്നു. പക്ഷെ അവർ വളർന്ന് വലുതായപ്പോ എൻറ്റിയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു തവളയായിട്ട് മാറി അല്ലെ, രൂപം മൊത്തത്തിൽ മാറി. അപ്പോ ഇവർ ചെറുപ്പത്തിൽ ഇവരെ കണ്ടപ്പോ നമ്മളെല്ലാവരും വിചാരിച്ചു ഇവര് മീനുകളാണെന്ന്. വലുതായപ്പോഴാണ് മനസ്സിലായത് അവർ തവളയാണെന്ന്. അപ്പൊ ഇവരുടെ ലാർവൽ സ്റ്റേജും അതേപോലെ ഇവർ അഡൽട്ട് ആയി കഴിഞ്ഞാല് ആ സ്റ്റേജും എൻറ്റിയർലി ഡിഫറെന്റ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറയുക. ഇപ്പൊ മനുഷ്യന്മാരുടെ കേസിൽ ഒരു കുട്ടി ജനിച്ചു. ഈ കുട്ടിക്ക് 2 കൈയും കാലും മൂക്കും ഒക്കെ ഉണ്ട്. വലുതാകുമ്പോഴും നമുക്കും തന്നെയാണ് 2 കൈയും കാലും മൂക്കും, ഒരു മൂക്കും 2 കണ്ണ് തന്നെയാ. രൂപത്തിന് വ്യത്യാസമൊന്നും വരുന്നില്ല. പക്ഷെ തവളകൾക്ക് അങ്ങനെയാണോ?
തവള വെള്ളത്തിൽ ഇങ്ങനെ നീന്തൂലേ, ചിറകൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ആ അത് ഫിഷ് ആണെന്ന് വിചാരിക്കും. പക്ഷെ പെട്ടെന്ന് രൂപം മാറിയിട്ട് പിന്നെ ചാടാനൊക്കെ തുടങ്ങും അല്ലേ? ആ അതിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. പക്ഷെ മനുഷ്യന്മാരുടെ കേസിലൊക്കെ എന്താണ്, നമുക്ക് ഡയറക്റ്റ് ഡെവലപ്മെന്റാ. അപ്പം ഒരു മനുഷ്യ കുഞ്ഞെങ്ങനെയാണോ വലുതായാലും ആ ഒരു ഫീച്ചേഴ്സ് തന്നെയാണ് മനുഷ്യനുള്ളത്. അതിന് നമ്മൾ ഡയറക്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറയും. അപ്പൊ ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർവയും അഡൽറ്റും ഡിസ്റ്റിങ്ക്റ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഡിഫറെന്റ് ആണ്. അപ്പോ ഈ സ്പോഞ്ചിന്റെ കുട്ടിനെ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും അതൊരു സ്പോഞ്ച് ആണെന്ന് പറയില്ല. അതിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. മക്കൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയണേ? ഹലോ ഹലോ ഹലോ. കേൾക്കാവോ? ആ കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഇനി അപ്പോ ഞാൻ മിസ് ഇതിന്റെ പിക്ചേഴ്സ് ഒക്കെ കാണിച്ചു തരാം. പോറിഫറ ജീവികളുടെ പിക്ചേഴ്സ് ഒക്കെ കാണിച്ചു തരാം. അപ്പൊ മക്കൾക്ക് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവും ട്ടാ. ഇനി അടുത്തതാണ് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ. ഇവരുടെ ശരീരത്തിന്റെ അകത്ത് വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുക. ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എഗ്ഗും സ്പേമും ഫ്യൂസ് ചെയ്യുന്നതിനെയാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന ആ പ്രോസസ്സ് നടക്കുന്നത് അവരുടെ ശരീരത്തിന്റെ അകത്ത് വെച്ചിട്ടാണ്. അതുകൊണ്ട് നമുക്ക് എന്താ പറയാ, ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണെന്ന് പറയാം. ഓക്കെ. ഇനി അടുത്തത് ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ. ഇപ്പൊ നമുക്ക് ദഹനം നടക്കുന്നത്, ഇവരുടെ ശരീരം ഉണ്ടാക്കിയിട്ടുള്ളത് കുറെ സെൽസുകൾ കൊണ്ടല്ലേ. അപ്പൊ ഈ സെല്ലിന്റെ അകത്ത് വെച്ചിട്ടാണ് ദഹനം നടക്കുന്നത്. ദഹനം നടക്കുന്നത് സെല്ലുകളുടെ അകത്ത് വെച്ചിട്ടാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്നത് ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ എന്നാണ്. സെല്ലിന്റെ അകത്ത് വെച്ചിട്ടാണ് ഡൈജഷൻ നടക്കുന്നത്. സോ നമുക്ക് എന്ത് പറയാം, ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ ആണ് ഫൈലം പോറിഫറയിൽ ഉള്ളത്. ഓക്കെ. ഇനി ഫൈലം പോറിഫറയുടെ മെയിൻ പ്രത്യേകത എന്താണെന്നറിയോ? ഇതാണ് അവരുടെ ശരീരം. നിങ്ങൾ കണ്ടോ? ഫൈലം പോറിഫറ ജീവികളുടെ ശരീരമാണിത്. കണ്ടോ? ഇവരുടെ ശരീരത്തിന്റെ പുറത്ത് കുറെ ഓട്ടകളുണ്ട്. നിങ്ങൾ കണ്ട ഇതൊക്കെ ഓട്ടകളാണ്. ഇതൊരോട്ട, ഇതൊരോട്ട. കണ്ട ഓട്ടകളുണ്ട്, കുറെ ഓട്ടകളുണ്ട് അല്ലെ? ഈ ഓട്ടകൾക്ക് വിളിക്കുന്ന പേരാണ് ഓസ്റ്റിയ. ഓസ്റ്റിയ. ഓക്കെ. അപ്പോ നമ്മുടെ പോറിഫറുടെ ശരീരത്തിൽ ഒരുപാട് ഓട്ടകളുണ്ട്, പോറുകളുണ്ട്, മൈന്യൂട്ട് പോറുകളുണ്ട് അല്ലെ? മൈന്യൂട്ട് പോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഓട്ടകളുണ്ട്. ഈ ഓട്ടകൾക്ക് വിളിക്കുന്ന പേരാണ് ഓസ്റ്റിയ. എന്താണ്? ഓസ്റ്റിയ. ഈ ഓസ്റ്റിയയുടെ അകത്ത് കൂടെയാണ് വെള്ളം ഉള്ളിലോട്ട് കയറുന്നത്. ഈ ഓസ്റ്റിയയുടെ അകത്ത് കൂടെയാണ് വെള്ളം ഉള്ളിലോട്ട് കയറുന്നത്. ഓക്കെ. ഈ സ്പോഞ്ചിന് ഒരു പ്രത്യേകത ഉണ്ട്. സ്പോഞ്ച് വെള്ളത്തിന് അബ്സോർബ് ചെയ്യും അല്ലെ? അതേപോലെ ഈ കടലിന്റെ അടിയിൽ ജീവിക്കുന്ന ഈ ഫൈലം പോറിഫറയിൽ വരുന്ന ആളുകൾക്കും എന്തിനുള്ള കഴിവുണ്ട്? വെള്ളത്തിനെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഈ അബ്സോർബ് ചെയ്യുന്നത് ഇവരുടെ ശരീരത്തിന്റെ പുറത്തുള്ള മൈന്യൂട്ട് പോറുകൾ യൂസ് ചെയ്തിട്ടാണ്. ഈ പോറുകൾക്ക് വിളിക്കുന്ന പേരാണ് ഓസ്റ്റിയ. അപ്പൊ ഈ വെള്ളം ഇതിന്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ അവരുടെ വലിയൊരു വയറുണ്ട്. നിങ്ങൾ കണ്ട സെന്ററിൽ ഒരു വലിയൊരു ക്യാവിറ്റി ഉണ്ട് അല്ലേ? അത് സെൻട്രൽ ക്യാവിറ്റി. ഇതിന് വിളിക്കുന്ന പേരാണ് സ്പഞ്ചോസീൽ. സ്പഞ്ചോസീൽ. ഓക്കെ. അപ്പൊ വെള്ളം ഓസ്റ്റിയ വഴി ഉള്ളിലോട്ട് കയറി സ്പഞ്ചോസീലിന്റെ അകത്ത് വെള്ളം ഇരുന്നു. എന്നിട്ട് ഈ വെള്ളം പുറത്തോട്ട് പോകും. ഓക്കെ. ഈ വെള്ളം പുറത്തോട്ട് പോകുന്നത് വലിയൊരു ഓപ്പണിംഗ് വഴിയാ. ഈ ഓപ്പണിങ്ങിന്റെ പേരാണ് ഓസ്കുലം. ഓസ്കുലം. അപ്പോ ഓസ്റ്റിയ വഴി ഉള്ളിലോട്ട് വെള്ളം കയറി, സ്പഞ്ചോസീലിൽ വെള്ളം എത്തി, വെള്ളം തിരിച്ച് ഓസ്കുലം വഴി പുറത്തോട്ട് പോയി അല്ലേ? അപ്പോ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ഫൈലം പോറിഫറയിൽ വലിയൊരു ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ട്. വെള്ളത്തിന് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വലിയൊരു സിസ്റ്റം ഉണ്ട്. അതിന്റെ പേരാണ് വാട്ടർ ട്രാൻസ്പോർട്ട് ഓർ കനാൽ സിസ്റ്റം എന്ന് പറയും. വെള്ളം ഓസ്റ്റിയ വഴി ഉള്ളിലോട്ട് കയറി സ്പഞ്ചോസീലെത്തും. സ്പഞ്ചോസീല് വഴി ഓസ്കുലം വഴി പുറത്തു പോകും. ഓക്കെ. ഇനി ഇതാണ് സ്പഞ്ചോസീൽ അല്ലെ? ഈ സ്പഞ്ചോസീലിന് ചുറ്റും നിങ്ങൾ കണ്ട കുറേ അടുക്കി വെച്ച സെൽസുകൾ കണ്ട? ഈ സെൽസിന്റെ പേരാണ് കോളാർ സെൽസ്. കോളാർ സെൽസ്. കണ്ട? ഈ സ്പഞ്ചോസീൽസിനെ ലൈൻ ചെയ്തുകൊണ്ട് കുറേ സെൽസുകൾ ഉണ്ട്. ഈ സെൽസിന്റെ പേരാണ് കോളാർ സെൽസ്.
പോളാർ സെൽസിന്റെ മറ്റൊരു പേരാണ് കാനോസൈറ്റ്സ്. കാനോസൈറ്റ്സ്. ഓക്കെ, നിങ്ങൾ ഏതെങ്കിലും ഒരു പേര് പഠിച്ചാൽ മതി. ഒന്നല്ലെങ്കിൽ കോളാർ സെൽസ് എന്ന് പഠിച്ചാൽ മതി, അല്ലെങ്കിൽ കാനോസൈറ്റ്സ് എന്ന് പഠിച്ചാൽ മതി. കാനോസൈറ്റ്സ് കണ്ട, സൈറ്റ്സ്. സൈറ്റ്സ് എന്നുള്ള വാക്കിന്റെ അർത്ഥം സെൽസ് എന്നാണ്. കാനോസൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാനോസെൽസ് അല്ലെങ്കിൽ കോളാർ സെൽസ് എന്നാണ്. ഓക്കെ, ഇനി ഇനി അടുത്തത് ഫൈലം. അപ്പൊ ഫൈലം പോറിഫറയുടെ ഫീച്ചേഴ്സ് കഴിഞ്ഞു. മെയിൻ ഫീച്ചർ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഫൈലം പോറിഫറയിൽ വാട്ടർ ട്രാൻസ്പോർട്ട് ഓർ ഒരു കനാൽ സിസ്റ്റം ഉണ്ട്. ഒരു കനാൽ സിസ്റ്റം ഉണ്ട്. ഓക്കെ, ഇനി ഇനി പറയാൻ പോണത് ഈ ഫൈലം പോറിഫറയുടെ ഉദാഹരണങ്ങളാണ്. ഇപ്പൊ കടലിന്റെ അടിത്തട്ടുകളിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ജീവികളെ കാണാം. ഈ ജീവിയുടെ പേരാണ് സൈക്കൺ. സൈക്കൺ. ഇതിനെ കോമൺ ആയിട്ട് അറിയപ്പെടുന്നത് സ്കൈഫ എന്നാണ്. സ്കൈഫ, സൈക്കൺ, സ്കൈഫ. സൈക്കൺ എന്നുള്ളത് ശാസ്ത്രീയ നാമം, സ്കൈഫ എന്നുള്ളത് കോമൺ നെയിമാണ്. ഓക്കെ, ഇത് കണ്ടോ നിങ്ങൾ, യൂസ്പോഞ്ചിയ. യൂസ്പോഞ്ചിയ എന്നുള്ളത് കണ്ട, നമ്മുടെ ബാത്റൂമിലൊക്കെ നമ്മൾ ഒരു സ്പോഞ്ച് യൂസ് ചെയ്യില്ല മേലെ കുരക്കാൻ വേണ്ടിയിട്ട്, അതേ സ്പോഞ്ച് പോലല്ലേ കാണാന്. അത് കാരണം കൊണ്ട് ഇവരെ നമുക്ക് ബാത്ത് സ്പോഞ്ച് എന്ന് പറയും. കുളിക്കാൻ ഉപയോഗിക്കുന്ന സ്പോഞ്ച് പോലെ ഉണ്ട് അല്ലേ. ഇനി അടുത്തതാണ് സ്പോഞ്ചില്ല. ഈ ഫ്രഷ് വാട്ടറിലൊക്കെ, ഇത് കടലിലല്ല കൂടുതലും കാണുന്നത്, ഫ്രഷ് വാട്ടറിലാണ്. ഫ്രഷ് വാട്ടറിൽ കാണപ്പെടുന്ന ഒരു ജീവിയാണ് എന്ത്, സ്പോഞ്ചില്ല. അപ്പൊ നമുക്ക് മൂന്നേ ഉദാഹരണങ്ങളെ പഠിക്കാനുള്ളൂ. സൈക്കൺ, സ്കൈഫ, യൂസ്പോഞ്ചിയ, ബാത്ത് സ്പോഞ്ച്. സ്പോഞ്ചില്ല, ഫ്രഷ് വാട്ടർ സ്പോഞ്ച്. ഓക്കെ, അപ്പൊ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക, കിങ്ഡം ആനിമാലിയയിലെ ഏറ്റവും ആദ്യത്തെ ഫൈലമാണ് ഫൈലം പോറിഫറ. സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്, ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്, ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് കാണിക്കും, മറൈൻ ആണ്, സെല്ലുലാർ ആണ്, പിന്നെ എന്താണ് അസിമെട്രിക്കൽ ആണ്, പിന്നെന്താണ് ഇവർക്ക് ഓസ്റ്റിയകൾ ഉണ്ട്, പിന്നെ സ്പഞ്ചോസിലോട്ട് വെള്ളം പോകും, പിന്നെ പുറത്ത് ഓസ്കുലം വഴി വെള്ളം പുറത്തോട്ട് പോകും. ഇവരുടെ ബോഡിയിൽ ഒരു വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ വാട്ടർ കനാൽ സിസ്റ്റം ഉണ്ട്. സ്പഞ്ചോസീലിനെ ലൈൻ ചെയ്തുകൊണ്ട് കോളാർ സെൽസുകൾ ഉണ്ട്. പിന്നെ ഈ ഉദാഹരണങ്ങളും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഇത് ഒരു എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടാ. Complete the given flow chart showing the flow of water through canal system in sponge. സ്പോഞ്ചുകളിൽ വെള്ളം എങ്ങനെയാണ് പോകുന്നത്? അപ്പോ ആദ്യം സറൗണ്ടിങ് വാട്ടർ എങ്ങോട്ടാ പോകുക? ഓസ്റ്റിയയിലോട്ട് പോകും. ഓസ്റ്റിയയിൽ നിന്ന് സ്പഞ്ചോസിയിലോട്ട് പോകും. സ്പഞ്ചോസിയിൽ നിന്ന് ഓസ്കുലത്തിലോട്ട് പോകും. ഓസ്കുലത്തിൽ നിന്ന് വീണ്ടും വെള്ളം പുറത്തോട്ട് പോകും അല്ലെ. ഇവിടെ ഓസ്റ്റിയ വരും, ഇവിടെ സ്പഞ്ചോസിയിൽ വരും, ഇവിടെ ഓസ്കുലം വരും. ഓക്കെ, അപ്പോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ചിലപ്പോൾ ചോദിക്കും നമ്മളോട്, ഈ പോറിഫറയുടെ ബോഡിയിൽ കാണുന്ന മൈന്യൂട്ട് പോഴ്സിന് പറയുന്ന പേരെന്താ? അതെന്താണ്? അത് നമ്മുടെ ഓസ്റ്റിയയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, സെൻട്രൽ കാവിറ്റി ഫൗണ്ട് ഇൻ ഫൈലം പോറിഫറ ആരാണ്? സ്പഞ്ചോസിയിലാണ്. ഏത് വഴി കൂടിയാണ് വെള്ളം പുറത്തോട്ട് പോകുന്നത്? ഓസ്കുലം വഴിയാണ്. ഫൈലം പോറിഫറയിൽ കാണപ്പെടുന്ന ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന്റെ പേരെന്താ? വാട്ടർ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ കനാൽ സിസ്റ്റം എന്ന് നമ്മൾ പറയും. ഫൈലം പോറിഫറയുടെ മറ്റൊരു പേരെന്താ? സ്പോഞ്ചസ്. ഓക്കെ, അപ്പൊ ഈ രീതിയിലാവും. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളെടുത്ത് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കണില്ല. ഇന്ന് ഞാൻ ക്ലാസ് എടുത്തിട്ട് നിങ്ങളോട് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കും. നാളത്തെ ക്ലാസ്സിൽ ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, അപ്പൊ ഇന്ന് ജസ്റ്റ് മക്കള് ക്ലാസ് കേട്ടാൽ മതി. ഇനി അടുത്ത ഫൈലം. അപ്പൊ ഫൈലം പോറിഫറ കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ഫൈലത്തിലോട്ട് പോകുകയാണ്. അടുത്ത ഫൈലത്തിന്റെ പേര് ഫൈലം സീലൻഡറേറ്റ. സീലൻഡറേറ്റ. ഓക്കെ, സീലൻഡറേറ്റയുടെ മറ്റൊരു പേരാണ് നിഡേറിയ. നിഡേറിയ. അപ്പൊ എക്സാമിന് ചോദിക്കും, ഈ ഫൈലം സീലൻഡറേറ്റനെ എന്തുകൊണ്ടാണ് നിഡേറിയ എന്ന് വിളിക്കുന്നത്? പറഞ്ഞുതരാം. ഓക്കെ, അതിനു മുൻപ് മക്കള് മനസ്സിലാക്കുക, ഫൈലം പോറിഫറ കഴിഞ്ഞിട്ട് വരുന്ന ഫൈലമാണ് ഫൈലം സീലൻഡറേറ്റ. ഒന്നും കൂടി കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള ജീവജാലങ്ങളാണ് ഫൈലം സീലൻഡറേറ്റയിൽ ഉണ്ടാകുക. ഓക്കെ, ഇവർ കൂടുതലും അക്വാട്ടിക് ആയിരിക്കും. മീൻസ് വെള്ളത്തിലാണ് ജീവിക്കുന്നത്. മറൈൻ ആണ്, കടലിലാണ് ജീവിക്കുന്നത്. റേഡിയൽ സിമെട്രിക്കൽ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, എങ്ങനെ കട്ട് ചെയ്താലും ഇവരെ ഈക്വൽ ഹാഫ്സുകളാക്കി മാറ്റാൻ പറ്റും. ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗനൈസേഷൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇവർക്ക് എക്ടോഡേം ഉണ്ട്, എൻഡോഡേം ഉണ്ട്, മീസോഗ്ലിയയുണ്ട്. ഓക്കെ, ഡൈജഷൻ സെല്ലിന്റെ പുറത്താണ് നടക്കുന്നത്, മാത്രമല്ല അകത്തും നടക്കും. അപ്പൊ നമുക്ക് പറയാം, സെല്ലിന്റെ പുറത്തും അകത്തും ഡൈജഷൻ നടക്കും. എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷനും ഉണ്ട്,
ഇൻട്രാ സെല്ലുലാർ ഡൈജഷനും ഉണ്ട്. പിന്നെ ഇവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണിച്ചു തരാം. കണ്ട, ഇങ്ങനത്തെ ജീവികളാണ്. ഇങ്ങനത്തെ ജീവികളാണ്. കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഇവരെ? ഇതൊക്കെയാണ് നമ്മുടെ പവിഴപ്പുറ്റുകൾ എന്ന് പറയുന്നത്. കടലിന്റെ അടിത്തട്ടുകൾ നല്ല മനോഹരമായിട്ട് പൂക്കളെ പോലെ കാണുന്ന ജീവികളുണ്ട്. ഇനിയുണ്ട് ജീവികള്. നല്ല ഭംഗിയാ കാണാന്. ഇതിനെ വിളിക്കുന്ന പേരാണ് പവിഴപ്പുറ്റുകൾ. പവിഴപ്പുറ്റ്, പവിഴം പോലെ അല്ലേ, നല്ല ഭംഗിയിലുള്ളത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുന്നതൊന്നും ഇതൊക്കെ ഓരോരോ ജീവികളാണ്. ഇതൊക്കെ ഇതൊക്കെ പൂവിരിഞ്ഞ് നിൽക്കണ പോലെ കാണാനുണ്ട് അല്ലേ? ഇത് പൂവല്ല, അത് ശരിക്കും ഒരു ജീവിയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ആ പവിഴപ്പുറ്റുകളുടെ ഫൈലമാണ് ഫൈലം സീലൻഡ്രൈറ്റ. ഓക്കെ, ഇനി ഈ പവിഴപ്പുറ്റുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് കാൽഷ്യം കൊണ്ടാണ്. കാൽഷ്യം കാർബണേറ്റുകൾ കൊണ്ടാണ് ഈ പവിഴപ്പുറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാൽഷ്യം കാർബണേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മുടെ മുട്ടയുടെ തോടൊക്കെ ഇല്ലേ, മുട്ടയുടെ തോടൊക്കെ കാൽഷ്യം കാർബണേറ്റാ. അപ്പോൾ ഷെല്ലുകൾ കൊണ്ടുണ്ടാക്കി കാൽഷ്യം കാർബണേറ്റുകൾ കൊണ്ടുണ്ടാക്കിയ സ്കെലട്ടൺ ആണ് അവരുടെ ബോഡിയിലുള്ളത്. ഓക്കെ, അസ്ഥിയാണ് അവർക്കുള്ളത്. ഇനി അങ്ങനെയാണെങ്കിൽ പറഞ്ഞുതരാം. നിങ്ങൾ ഇവരുടെ ശരീരത്തില് നിങ്ങൾ ജെല്ലി ഫിഷിനെ കണ്ടിട്ടുണ്ടോ? ജെല്ലി ഫിഷ് കാണിച്ചു തരാം. ജെല്ലി ഫിഷ്, ഇത് ഇതാണ് ജെല്ലി ഫിഷ് എന്ന് പറഞ്ഞ ഫിഷ്. ഈ ഫിഷിന് എന്തുണ്ട്? കുറേ കാലുകളുണ്ട് അല്ലേ? നിങ്ങള് ഈ ജെല്ലി ഫിഷ് ഒക്കെ വരുന്നത് ഫൈലം സീലൻഡ്രൈറ്റയിലാ. ഈ ജെല്ലി ഫിഷിന് കുറെ കാല് പോലത്തെ സാധനമില്ലേ, ഇതിനെ നമ്മൾ വിളിക്കുന്നത് ടെന്റക്കിൾസ് എന്നാ. ടെന്റക്കിൾസ്. ഇവരുടെ ടെന്റക്കിൾസ് മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് മൂവ് ചെയ്യുന്നത്. ടെന്റക്കിൾസ് മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ജെല്ലി ഫിഷ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഈ ടെന്റക്കിൾസിന്റെ അകത്ത് ഈ നിഡോബ്ലാസ്റ്റ് പറഞ്ഞ സെല്ലുകൾ ഉണ്ട്. നിഡോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. ഈ ടെന്റക്കിൾസിന്റെ അകത്ത് നിഡോബ്ലാസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രക്ചർ ഉണ്ട്. ഈ ജെല്ലി ഫിഷിനൊക്കെ പോയിസൺ സ്റ്റിങ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ബോഡിയിൽ, ഇവരുടെ ടെന്റക്കിൾസിനകത്ത് നിഡോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സ്ട്രക്ചർ ഉണ്ട്. ഇതാണ് നിഡോബ്ലാസ്റ്റ്. ഈ നിഡോബ്ലാസ്റ്റിന്റെ അകത്ത് നിമറ്റോസിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെൽസുകൾ ഉണ്ട്. ഇതിന്റെ അകത്ത് നിറയെ വിഷമാണ്. അപ്പൊ ആരെങ്കിലും ഇവർ അറ്റാക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഇവരുടെ ടെന്റക്കിൾസിന്റെ ഉള്ളിൽ നിന്ന് പോയിസൺസ് സ്റ്റിങ് ചെയ്യും. ഓക്കെ, പോയിസൺസ് സ്റ്റിങ് ചെയ്യും. അപ്പോ അങ്ങനത്തെ ഒരു പവർ ആർക്കുണ്ട്? ഫൈലം സീലൻഡ്രൈറ്റ ഒക്കെ ഉണ്ട്. അപ്പോ സീലൻഡ്രൈറ്റ എന്നുള്ള ഫൈലത്തിലുള്ള ആളുകൾക്ക് നിഡോബ്ലാസ്റ്റുകൾ ഉള്ളത് കാരണം കൊണ്ടാണ് ഇവരെ ഫൈലം നിഡേറിയ എന്നറിയപ്പെടുന്നത്. അപ്പൊ എക്സാമിന് ചിലപ്പോ ചോദിക്കാം, വൈ ഫൈലം സീലൻഡ്രൈറ്റ ഈസ് കോൾഡ് ഫൈലം നിഡേറിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് നിഡോബ്ലാസ്റ്റ്. നിഡോബ്ലാസ്റ്റുകൾ എന്താ ചെയ്യുന്നത്? ഒന്ന്, യൂസ്ഡ് ഫോർ ആങ്കറേജ്. ഇപ്പൊ എവിടെങ്കിലൊക്കെ പറ്റിപ്പിടിച്ച് നിൽക്കാൻ ഇവരുടെ ടെന്റക്കിൾസുകൾ സഹായിക്കും. എവിടെങ്കിലൊക്കെ സ്ട്രോങ് ആയിട്ട് പറ്റിപ്പിടിച്ച് നിൽക്കാൻ ഇവരുടെ ടെന്റക്കിൾസ് സഹായിക്കും. ഡിഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആരെങ്കിലൊക്കെ അറ്റാക്ക് ചെയ്യാൻ വരികയാണ്, അപ്പൊ ഇവരുടെ ടെന്റക്കിൾസ് വെച്ചിട്ട് എന്ത് ചെയ്യും? പോയിസൺസ് സ്റ്റിങ് ചെയ്യും. ഓക്കെ, പോയിസൺ സ്റ്റിങ് ചെയ്യും. എന്നിട്ട് എന്താണ്? അവരിൽ നിന്ന് രക്ഷപ്പെട്ടു പോകും. പിന്നെ ക്യാപ്ചർ ഓഫ് പ്രേ. ക്യാപ്ചർ ഓഫ് പ്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇര പിടിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ നിഡോബ്ലാസ്റ്റുകൾ യൂസ് ചെയ്യും. അപ്പൊ ചിലപ്പോൾ എക്സാംസിന് ചോദിക്കാറുണ്ട്, എന്തിനൊക്കെയാണ് നിഡോബ്ലാസ്റ്റുകൾ ഉപയോഗിക്കുന്നത്? അപ്പൊ ഒന്ന് ആങ്കറേജിനാണ്. ആങ്കറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ എവിടെയെങ്കിലൊക്കെ പറ്റിപ്പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പൊ വെള്ളം നന്നായിട്ട് ഫാസ്റ്റ് ആയിട്ട് ഒഴുകുകയാണ്, ഇവർക്ക് ഏതെങ്കിലും പ്രതലത്തിൽ പറ്റിപ്പിടിച്ച് നിൽക്കണം. അപ്പോൾ നമ്മളൊക്കെ വെള്ളത്തിലൂടെ ഒഴുകി പോകുന്ന സമയത്ത് നമ്മൾ കയ്യോ കാലോ വെച്ചിട്ട് നമ്മൾ പറ്റിപ്പിടിച്ച് നിൽക്കില്ല എവിടെയെങ്കിലും. അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ ജെല്ലി ഫിഷും. അവരെന്ത് ചെയ്യും? എവിടെയെങ്കിലൊക്കെ അവരുടെ ടെന്റക്കിൾസ് യൂസ് ചെയ്തിട്ട് പറ്റിപ്പിടിച്ച് നിൽക്കും. പിന്നെ ഡിഫൻസ് ആണ്. ഡിഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡിഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ പെട്ടെന്ന് ഒരാൾ അറ്റാക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാല് ഈ വിഷം അവരങ്ങോട്ട് സ്റ്റിങ് ചെയ്യും, എന്നിട്ട് രക്ഷപ്പെടും. ഓക്കെ, പിന്നെ പ്രതിരോധം എന്ന് പറയും. പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇവരെ നിഡോബ്ലാസ്റ്റുകൾ സഹായിക്കും. ക്യാപ്ചർ ഓഫ് പ്രേ, ഇര പിടിക്കാൻ സഹായിക്കും. ഓക്കെ, അപ്പൊ ഈ 3 ഫീച്ചേഴ്സ് ആണ് നിഡോബ്ലാസ്റ്റുകളുടെ പ്രത്യേകത. ഇത് ഇടയ്ക്കിടയ്ക്ക് എക്സാംസിന് ചോദിക്കാറുണ്ട്. അപ്പോ എക്സാമിന് ചോദിക്കും, എന്തുകൊണ്ടാണ് ഫൈലം സീലൻഡ്രൈറ്റിനെ നിഡേറിയ എന്നറിയപ്പെടുന്നത്? എന്തുകൊണ്ടെന്നാൽ the name Nidaria derived from nidoblast, okay, or nidocyte present on the tentacles and the body. ഇവരുടെ ശരീരത്തിൽ നിഡോബ്ലാസ്റ്റുകൾ ഉള്ളത് കാരണം കൊണ്ടാണ് ഫൈലം സീലൻഡറൈറ്റിനെ
നിഡേറിയ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടിയും കാര്യങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾ കണ്ട, ഇത് ഹൈഡ്ര എന്നുള്ളൊരു ജീവിയാ. ഹൈഡ്ര വെള്ളത്തിലൊക്കെ കാണപ്പെടുന്ന ഒരു ജീവിയാണ് ഹൈഡ്ര. ഓക്കെ, അപ്പോ ഈ സീലൻഡ്രേറ്റയിൽ വരുന്ന ഒരു ജീവിയാണ് ഹൈഡ്ര. ഇവരുടെ ശരീരത്തിൽ വലിയൊരു വായ ഉണ്ട്, വായ, മൗത്ത്. ഓക്കെ, പിന്നെ മാത്രമല്ല ഇവർക്ക് വലിയൊരു വയറുണ്ട്. ഈ വയറിന് വിളിക്കുന്ന പേരാണ് ഗ്യാസ്ട്രോ വാസ്കുലാർ കാവിറ്റി. ഇവരുടെ മൗത്തിന് വിളിക്കുന്ന പേരാണ് ഹൈപ്പോസ്റ്റോം. ഇപ്പൊ ഇവര് വെള്ളം കുടിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് വലിയൊരു സിംഗിൾ ഓപ്പണിംഗ് ഉണ്ട്. ഈ സിംഗിൾ ഓപ്പണിങ്ങിന്റെ പേരാണ് അവരുടെ മൗത്ത് അല്ലെങ്കിൽ ഹൈപ്പോസ്റ്റോം എന്ന് പറയും. ഇവർ കഴിക്കുന്ന ഭക്ഷണം, ഇപ്പൊ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടാ ഭക്ഷണം പോകുന്നത്? സ്റ്റൊമക്കിന്റെ അകത്തോട്ടല്ലേ. ഇവര് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നേരെ ഈ ഭക്ഷണം പോകുന്നത് ഗ്യാസ്ട്രോ വാസ്കുലാർ കാവിറ്റിയുടെ അകത്തോട്ടാ. കണ്ടാ? അപ്പൊ എക്സാമിന് ചോദിക്കാറുണ്ട്, ഗ്യാസ്ട്രോ വാസ്കുലാർ കാവിറ്റി ഏത് ഫൈലത്തിനാണുള്ളത്? ഫൈലം സീലൻഡ്രേറ്റ. വാട്ടർ കനാൽ സിസ്റ്റം ആർക്കാണുള്ളത്? ഫൈലം പോറിഫറ. വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം ആർക്കാണുള്ളത്? ഫൈലം പോറിഫറ. ഓക്കെ, സീലൻഡ്രേറ്റയുടെ സിംഗിൾ ഓപ്പണിങ്ങിന് എന്താ പറയുക? ഹൈപ്പോസ്റ്റോം. പല രീതിയിൽ ചോദ്യം ചോദിക്കും. നിങ്ങൾ കണ്ട, ഇതാണ് ഇവരുടെ ടെന്റക്കിൾസ്. ഈ ടെന്റക്കിൾസ് കണ്ട നിങ്ങൾ, ഈ ടെന്റക്കിൾസിന്റെ അകത്താണ് നിഡോബ്ലാസ്റ്റുകൾ ഉള്ളത്. ഓക്കെ, ഈ നിഡോബ്ലാസ്റ്റ് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ആങ്കറേജിന്, ഒന്ന് ഡിഫെൻസിന്, ഒന്ന് ടു ക്യാപ്ചർ ദി പ്രേ. ഓക്കെ, ഇര പിടിക്കാൻ വേണ്ടിയിട്ട്. പ്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇര പിടിക്കുക. ഓക്കെ, ഇനി ഇവര് രണ്ട് രീതിയിൽ ഇരിക്കും. നിങ്ങൾ കണ്ട, ഇത് ജെല്ലി ഫിഷ് ആണ്. ഇതെന്താണ്? ഇത് നമ്മുടെ കടൽ പൂവ് എന്ന് പറയും. കടലിൽ വിരിഞ്ഞു നിൽക്കുന്ന ഒരു പൂ പോലെ ഉണ്ട് അല്ലേ? ആ, അപ്പോ നോക്കിയേ, ഒന്ന് തല കുത്തനെ ഇരിക്കുന്നത്, ഒരു അംബ്രല പോലെയാണ് അല്ലേ ഇരിക്കുന്നത്. അംബ്രല എങ്ങനെയാണോ ഇരിക്കുന്നത് അങ്ങനെ തല മുകളിലായിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ തല അടിയിലോട്ടായിട്ടാണ് ഇരിക്കുന്നത് അല്ലേ? ഒരു സ്ഥലത്ത് പറ്റി പിടിച്ചിട്ടായിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ വെള്ളത്തിൽ ഇങ്ങനെ എന്താണ് ഇങ്ങനെ ഇങ്ങനെ നീന്തി കളിക്കും ഈ ജെല്ലി ഫിഷ്. പക്ഷെ ഈ സാധനമില്ലേ, ഈ ജീവി കടലിന്റെ അടിത്തട്ടിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. ഓക്കെ, ജെല്ലി ഫിഷിന്റെ സയന്റിഫിക് നെയിമാണ് ഒറീലിയ. ഓക്കെ, അതേപോലെ കടൽ പൂവിന്റെ സയന്റിഫിക് നെയിമാണ് അഡാംസിയ. അപ്പൊ സീലൻഡ്രേറ്റയിൽ രണ്ട് രീതിയിൽ ആളുകൾ ഇരിക്കും. ഒന്ന് ഇങ്ങനെ തല കുത്തനെ ഇരിക്കും, അംബ്രല ലൈക്ക് സ്ട്രക്ചറിൽ ഇരിക്കും. ഒന്ന് നിലത്ത് പറ്റി പിടിച്ചിട്ടിരിക്കും. ഇവർക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. ഇവർ മണ്ണിന്റെ അടിയിൽ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കും. മണ്ണിന്റെ അടി പറയുമ്പോൾ കടലിന്റെ അടിത്തട്ടിയിൽ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഈ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി നടക്കുന്ന ഈ സ്ട്രക്ചറാണ് നമ്മുടെ ഒറീലിയ അല്ലെങ്കിൽ ജെല്ലി ഫിഷ് എന്ന് പറയുന്നത്. ഈ ഒരു രൂപത്തെ നമ്മൾ മെഡൂസ എന്ന് പറയും. മെഡൂസ. ജെല്ലി ഫിഷിന്റെ ഈ രൂപത്തിനെ വിളിക്കുന്ന പേരാണ് മെഡൂസ. കണ്ട, ഇങ്ങനെ തല ഒരു അംബ്രല പോലെയാണ് ഇരിക്കുന്നത് അല്ലേ? ഇതൊരു ഇൻവേർട്ടഡ് അംബ്രല പോലെയാണ് ഇരിക്കുന്നത്. അങ്ങനെ ഈ അംബ്രല ലൈക്ക് സ്ട്രക്ചറിന് വിളിക്കുന്ന പേരാണ് മെഡൂസ. പോളിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല കുത്തനെ ഇരിക്കുന്ന രൂപത്തിന് പറയുന്ന പേരാണ് പോളിപ്പ്. അപ്പൊ ഈ ഒറീലിയ എന്ന് പറഞ്ഞാൽ ജെല്ലി ഫിഷ് ആണ്. ജെല്ലി ഫിഷിന്റെ രൂപത്തിന് വിളിക്കുന്ന പേര് മെഡൂസ എന്നാ. അഡാംസിയ അല്ലെങ്കിൽ കടൽപ്പൂവ്, ഇവരുടെ രൂപത്തിന് വിളിക്കുന്ന പേര് പോളിപ്പ് എന്നാ. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, സീലൻഡ്രേറ്റയിൽ പലവിധം ആളുകളുണ്ട്. ഓരോരുത്തരും ഓരോ രൂപത്തിലായിരിക്കുന്നത്. ചിലൊരു മെഡൂസ പോലെ ഇരിക്കും, ചിലൊരു പോളിപ്പ് പോലെ ഇരിക്കും. മെഡൂസ പോലെ ഇരിക്കുന്ന ഒരു ഉദാഹരണമാണ് ഒറീലിയ. പോളിപ്പ് പോലെ ഇരിക്കുന്നതിന്റെ ഉദാഹരണമാണ് അഡാംസിയ. ഓക്കെ, ഇനി ചില ആളുകളുണ്ട്, അവരെന്താ അറിയോ, അവര് ചിലപ്പോ അഡാംസിയ പോലെ ഇരിക്കുക, പോളിപ്പിനെ പോലെ ഇരിക്കുക. പിന്നെന്ത് ചെയ്യും അറിയോ, ഈ പോളിപ്പ് രൂപത്തിൽ ഇരുന്നിട്ട് പെട്ടെന്ന് അവരെന്തായിട്ട് മാറും? മെഡൂസിയായിട്ട് മാറും. അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തിയിട്ട് മെഡൂസിയായിട്ട് മാറും. ചിലപ്പോൾ അവർ മെഡൂസ പോലെയായിട്ടായിരിക്കുക, പിന്നെ പെട്ടെന്ന് അവരെന്ത് ചെയ്യും? സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തിയിട്ട് പോളിപ്പ് പോലെ ഇരിക്കും. മീൻസ് മെഡൂസ പോളിപ്പാകും, പോളിപ്പ് മെഡൂസിയാകും. മെഡൂസ പോളിപ്പാകും, പോളിപ്പ് മെഡൂസിയാകും. ചില ജീവജാലങ്ങൾക്ക്, സീലൻഡ്രേറ്റയിലുള്ള ജീവജാലങ്ങൾക്ക് രണ്ട് ഫീച്ചേഴ്സും എക്സിബിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു ഉദാഹരണമാണ് ഒബീലിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഒരു ജീവജാലമാണ്. സീലൻഡ്രേറ്റ കാറ്റഗറിയിൽ വരുന്ന ജീവജാലമാണ്. ഈ ജീവജാലത്തിന് എന്ത് ചെയ്യാൻ പറ്റും എന്നറിയോ? മെഡൂസിയായിട്ട് ഇരിക്കാനും പറ്റും,
പോളിപ്പായിട്ട് ഇരിക്കാനും പറ്റും. ഒബീലിയ എന്ത് ചെയ്യറിയോ? ഒബീലിയ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തിയിട്ട് എന്തായിട്ട് മാറും? പോളിപ്പായിട്ട് മാറും. ഒബീലിയ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തിയിട്ട് മെഡൂസിയായിട്ട് മാറും. അങ്ങനെ മെഡൂസ രൂപത്തിലും പോളിപ്പ് രൂപത്തിലും ഇരിക്കാൻ പറ്റുന്ന ഒരു ജീവിയാണ് ഒബീലിയ. മെഡൂസ പോളിപ്പാകും, പോളിപ്പ് മെഡൂസിയാകും. ഈ ഒരു ഫിനോമിനക്ക് പറയുന്ന പേരാണ് മെറ്റാജനസിസ്. എന്താണ്? മെറ്റാജനസിസ്. സോ മെറ്റാജനസിസ് കാണിക്കുന്ന ഒരു ജീവിയുടെ പേരാണ് ഒബീലിയ. ഒബീലിയ എന്താ ചെയ്യുന്നത്? ഒബീലിയ മെഡൂസ എന്നുള്ള സ്ട്രക്ചറിൽ നിന്ന് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തിയിട്ട് പോളിപ്പായിട്ട് മാറും. പോളിപ്പ് എന്ത് ചെയ്യും? അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തിയിട്ട് മെഡൂസയായിട്ട് മാറും. അങ്ങനത്തെ മെറ്റാജനസിസ് എന്നുള്ള ഒരു പ്രോപ്പർട്ടി കാണിക്കുന്ന ഒരു ജീവിയാണ് ഒബീലിയ. ഒബീലിയ. ഓക്കെ, മനസ്സിലായ മക്കളെ? ഹലോ, ഹലോ മനസ്സിലായ മോളെ? ഹലോ മനസ്സിലായി. ഓക്കെ ഓക്കെ. ഇനി അപ്പൊ മെറ്റാജനസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിപ്പ് മെഡൂസിയാകും, മെഡൂസ പോളിപ്പാകും. ഓക്കെ, ഇനി കുറച്ച് ഉദാഹരണങ്ങളും കൂടി പഠിച്ചിട്ട് നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്ന് 2 ഫൈലമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഒരു 5 ഉദാഹരണങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതോട് കൂടിയിട്ട് നമുക്ക് നിർത്താം. നാളെ നമുക്കൊരു 3 or 4 ഫൈലം പഠിക്കാം. ഓക്കെ, നെറ്റ്വർക്കും കുറച്ച് ഡൗൺ ആണ് തോന്നുന്നു. ഇനി സീലൻഡ്രേറ്റിന്റെ ഒരു ഉദാഹരണമാണ്. കണ്ട, ഇതൊരു ജീവിയാണ്, സീലൻഡ്രേറ്റിലുള്ള ഒരു ജീവിയാണ് ഫൈസാലിയ. ഫൈസാലിയൻ അറിയപ്പെടുന്നത് പോർച്ചുഗീസ് മാൻ ഓഫ് വാർ ആണ്. പോർച്ചുഗീസ് മാൻ ഓഫ് വാർ. പണ്ട് പോർച്ചുഗീസുകാര് കേരളത്തിൽ വന്ന സമയത്ത്, ഓക്കെ, അപ്പൊ ഇവരെന്താ അറിയോ, ഇവരെങ്ങനെയാ അറിയോ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഈ സബ്മറൈൻസ് ഒക്കെ കണ്ടിട്ടുണ്ടോ? മുങ്ങിക്കപ്പലുകൾ എങ്ങനെയാ ഉണ്ടാവുക? വെള്ളത്തിൽ പകുതി മുങ്ങിയിട്ടാവും അല്ലെ? പിന്നെ ഈ യുദ്ധം ചെയ്യാൻ ആളുകൾ വന്നു കഴിഞ്ഞാൽ മുങ്ങിക്കപ്പൽ എന്ത് ചെയ്യും? ഹൈഡ് ചെയ്ത് നിന്നിട്ട് ഈ ശത്രുക്കൾ അറ്റാക്ക് ചെയ്യും. അങ്ങനെ പകുതി മുങ്ങിയ രൂപത്തിലാണ് ഇവരെ വെള്ളത്തിൽ കാണുക. അതുകൊണ്ടാണ് ഇവരെ പോർച്ചുഗീസ് മാൻ ഓഫ് വാർ എന്നറിയപ്പെടുന്നത്. ഫൈസാലിയ പോർച്ചുഗീസ് മാൻ ഓഫ് വാർ. അതിന്റെ ശരീരത്തിന്റെ 3/4 ഭാഗം വെള്ളത്തിന്റെ അടിയിലുണ്ടാവുക, കുറച്ച് ഭാഗം മാത്രം വെള്ളത്തിന്റെ മുകളിൽ പൊങ്ങിയിട്ട് കിടക്കും. അതുകൊണ്ട് ഇവരെ പോർച്ചുഗീസ് മാൻ ഓഫ് വാർ അല്ലെങ്കിൽ ഫൈസാലിയ എന്നറിയപ്പെടും. ഇത് മിസ് നേരത്തെ കാണിച്ചു തന്നത്. കണ്ടു കഴിഞ്ഞാൽ കടൽ പൂവാണ് അല്ലെ? ഇത് പോളിപ്പ് സ്ട്രക്ചറാ. കണ്ട, മണ്ണിനോട് ചേർന്നിട്ടാണ് നിൽക്കുന്നത്. ഇവർക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. അതാണ് പോളിപ്പിന്റെ പ്രത്യേകത. പോളിപ്പ് എന്നുള്ള രൂപത്തിന്റെ ഒരു ഉദാഹരണമാണ് എഡാംസിയ അല്ലെങ്കിൽ സീ ആനിമോ എന്ന് പറയും. കടൽ പൂവ് എന്ന് പറയും കേട്ടാ, പൂ വിരിഞ്ഞു നിൽക്കുന്നത് പോലെ. അപ്പൊ ഇതൊരു ഉദാഹരണമാണ്, എഡാംസിയ സീ ആനിമോ. ഇനി കണ്ട, ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നത്? പണ്ട് കാലങ്ങളിലൊക്കെ നമ്മള് പെന്ന് യൂസ് ചെയ്യും അല്ലെ? തൂവല് വെച്ചിട്ട് പെന്ന് ഉണ്ടാക്കൂലേ? ആ തൂവലിന്റെ അറ്റം ഷാർപ്പ് ചെയ്തിട്ട് ഒരു നിബ് പോലെ നമ്മൾ യൂസ് ചെയ്യും അല്ലെ? അത് കാരണം കൊണ്ട് കടൽ പേന എന്നറിയപ്പെടുന്ന ജീവിയാണ് പെന്നാറ്റുല. പെന്നാറ്റുല എന്നുള്ളത് സയന്റിഫിക് നെയിമാണ്. സീ പെൻ എന്നുള്ളത് കോമൺ നെയിമാണ്. ഓക്കെ, അപ്പൊ പെന്നാറ്റുല സീ പെൻ ആണ്. അത് നമ്മുടെ സീലൻഡ്രേറ്റയിൽ വരുന്ന ഒരു ഉദാഹരണമാണ്. ഇനി അടുത്ത ആള് കണ്ട, ഇത് കണ്ടിട്ട് നിങ്ങൾക്കൊരു ടേബിൾ ഫാന് പോലെ തോന്നുന്നുണ്ടാ? ടേബിൾ ഫാൻ അല്ലെങ്കിൽ ടേബിൾ ഫാൻ എന്നല്ല, പണ്ട് കാലത്ത് നമ്മൾ വിഷറി ആയിട്ട് യൂസ് ചെയ്യില്ലേ? ആ വിഷറി പോലെ തോന്നുന്നുണ്ടോ? ആ, അതുകൊണ്ട് നമുക്ക് ഇതിനെ സീ ഫാൻ എന്നറിയപ്പെടും. കടൽ പങ്ക. ഓക്കെ, കടൽ പങ്ക എന്ന് പറയും. അല്ലെങ്കിൽ ഗോർഗോണിയ സീ ഫാൻ കടൽ ഫാൻ എന്നറിയപ്പെടുന്നതാണ്. കണ്ണിന്റെ രൂപത്തിനനുസരിച്ചിട്ടാണ് ഇവരുടെ പേര് വന്നിട്ടുള്ളത്. ഗോർഗോണിയ എന്നുള്ളത് സയന്റിഫിക് നെയിമാ. ഇവരുടെ കോമൺ നെയിമാണ് സീ ഫാൻ. ഓക്കെ, അപ്പോ പെന്നാറ്റുല സീ പെൻ, ഗോർഗോണിയ സീ ഫാൻ. ഓക്കെ, ഇനി ലാസ്റ്റത്തെ ഒരു ഉദാഹരണമാണ്. കണ്ട, ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? സന, നിനക്ക് എന്താ ഇങ്ങനെ തോന്നുന്നുണ്ടാ ഇത് കണ്ടിട്ട്? നമ്മുടെ ശരീരത്തിന്റെ ഒരു അവയവം പോലെ തോന്നുന്നുണ്ടാ? ഹലോ, ഓക്കെ, ശരിക്കും കേൾക്കാനില്ല തോന്നുന്നു അല്ലെ? കുഴപ്പമില്ല. ഇത് നമ്മുടെ ഒരു ബ്രെയിന് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് കാരണം കൊണ്ട് നമുക്ക് ഇതിനെ ബ്രെയിൻ കോറൽ എന്ന് പറയാം. മീൻഡ്രിന ബ്രെയിൻ കോറൽ. ഓക്കെ, അപ്പൊ നോക്കിയേ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ളത്. 5 ഉദാഹരണം, 2 ഫൈലം. ഓക്കെ,
അപ്പോ 2 ഫയലും പഠിക്കുക നന്നായിട്ട്. ഓക്കെ, ഈ ക്ലാസ് ഞാൻ അയച്ചു തരാം. ഈ 2 ഫയലും നന്നായിട്ട് പഠിക്കുക. ഇതുമായിട്ട് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് നാളെ ചോദിക്കും. ഫൈലം പോറിഫറ, വാട്ടർ ട്രാൻസ്പോർട്ട് കനാൽ സിസ്റ്റം, ഓസ്റ്റിയ, സ്പെൻജോസിൽ, ഓസ്കുലം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഞാൻ ഗ്രൂപ്പിൽ ക്ലാസ് ഫോർവേഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ബാക്കി നാളെ കാണാം. നിങ്ങളെ വോയിസ് എനിക്ക് ശരിക്കും കേൾക്കാനില്ല, അത് കാരണം കൊണ്ട് ഞാൻ വേറൊന്നും പറയണില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ